ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഏറ്റവും സുരക്ഷിതവും സന്തോഷമുള്ളൊരു ജീവിതമാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ മകൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവിതം. ഇത് മുടക്കാനോ തകർക്കാനോ ആരെങ്കിലും ശ്രമിച്ചാ എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? സമയം മോശമാവുമ്പോ ബന്ധുക്കള് ശത്രുക്കളാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ജയൻ നന്നായെന്ന് കരുതി ഞാനൊന്ന് ആശ്വസിച്ചു തുടങ്ങിയതാ. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന്റെ ഉള്ളിലെ വിഷം കെട്ടടങ്ങില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? ഇല്ല, പറഞ്ഞേ പറ്റൂ. റോഹനായിട്ടുള്ള കല്യാണം നടക്കാൻ പാടില്ല. അച്ഛൻ്റെ മനസ്സിൽ നിന്ന് റോഹനുമായുള്ള എൻ്റെ കല്യാണത്തിന്റെ കാര്യം മായ്ച്ചു കളഞ്ഞേ പറ്റൂ. കാരണം റോഹൻ ഒരിക്കലും ഒരു നല്ലയാളെ അല്ല. അവനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അവൻ നല്ലവനായിട്ട് അഭിനയിക്കുക. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. രാജുവിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട. പക്ഷേ റോഹനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഇന്ന് തന്നെ അച്ഛനോട് പറയണം. വൈകുന്ന ഓരോ നിമിഷവും അപകട. ഇത് പറയുമ്പോ അച്ഛൻ ചിലപ്പോ പൊട്ടിത്തെറിച്ചേക്കും. പക്ഷെ ദീപകിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയാതെ ഇറങ്ങിപ്പോയതുപോലെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. എല്ലാം തുറന്നു പറഞ്ഞ അച്ഛൻ അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് ഒരു തീരുമാനമെടുക്കും. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് അച്ഛനോട് ഇത് പറഞ്ഞേ പറ്റൂ. ദൈവമേ, എന്റെ കൂടെ ഉണ്ടാവണേ. അച്ഛാ. ആ മോളെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നാണോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. മോളിരിക്കുക. അച്ഛാ, ഞാൻ വന്നതേ എനിക്ക് ഒരു കാര്യം അച്ഛനോട് പറയാനുണ്ടായിരുന്നു. ഞാനും മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചതാ. എന്തായാലും മോള് വന്നില്ലേ, അപ്പോ അത് സംസാരിച്ചിട്ട് നമുക്ക് പോയി കഴിക്കാം. അപ്പോ മനസ്സിലൊട്ടും ഭാരമില്ലാതെ സമാധാനമായിട്ട് കഴിക്കാം. എന്താ അച്ഛാ? ഈ ഫോട്ടോ കണ്ടോ? എന്റെ ഈ കയ്യില് ഈ ഫോട്ടോ ഇരിക്കുന്നതിന് കാരണമുണ്ട്. നിന്റെ ചെറുപ്പത്തില് എന്റെ ഈ കൈകളിൽ കിടന്നായിരുന്നു നീ വളരേണ്ടിയിരുന്നത്. നിന്നെ താലോലിക്കേണ്ട കൈകളായിരുന്നു ഇത്. നിന്നെ സ്നേഹിക്കേണ്ട മനസ്സായിരുന്നു എന്റേത്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നുള്ള എനിക്ക് നിന്നോട് ഉണ്ടാവേണ്ടിയിരുന്ന ശ്രദ്ധ എനിക്ക് ഉണ്ടാകണമായിരുന്നു. അന്നൊന്നും അതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. നിന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പോലും പറ്റാത്ത തെറ്റ്. അതിൻ്റെയൊക്കെ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് നീയാ. അന്ന് നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്ന് നിന്നോട് കാണിക്കാൻ കഴിയാത്ത സ്നേഹം എനിക്കിപ്പോ കാണിക്കാൻ അവസരങ്ങൾ കുറവാ.
കാരണം നീ വളർന്നു, കല്യാണ പ്രായമായി. ഒരു കുഞ്ഞു കുട്ടിയെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും പോലെ ഇപ്പൊ നിന്നെ കൊഞ്ചിക്കാനും ലാളിക്കാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം ഈ ഫോട്ടോയിലൂടെ ഞാൻ നേടിയെടുക്കുക. ഒരച്ഛന്റെ പരാജയം ഇത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാ അതിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ എനിക്കൊരു മകളുണ്ടെന്ന് എനിക്ക് ബോധ്യം വരാൻ എന്റെ മകൾക്ക് കല്യാണപ്രായം ആകുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ഇത്രയും നാൾ എനിക്കൊരു മകളുണ്ടെന്നൊരു ഫീല് ഇല്ലാതിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. പക്ഷേ ഇപ്പൊ എനിക്കൊരു ഉറച്ച ബോധ്യമുണ്ട്. ഇനി ഒരിക്കലും എന്റെ ശ്രദ്ധയില്ലായ്മയും സ്നേഹമില്ലായ്മയും കാരണം നിന്റെ ജീവിതത്തിലുണ്ടായ പോരായ്മകളും പ്രശ്നങ്ങളും ഒന്നും ഇനി നീ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ വേണം നിന്നെ ഇനി ഏൽപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ നിന്നോട് കാണിച്ച തെറ്റുകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനാകൂ. എന്തായാലും ഏറ്റവും സുരക്ഷിതവും സന്തോഷമുള്ളൊരു ജീവിതമാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ മകൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവിതം. ഇത് മുടക്കാനോ തകർക്കാനോ ആരെങ്കിലും ശ്രമിച്ചാ എന്റെ മറ്റൊരു മുഖം അവർക്ക് കാണേണ്ടി വരും. ദൈവമേ, ഞാൻ പറയാമെന്ന കാര്യം അച്ഛനോട് എങ്ങനെ ഞാനിനി പറയും? എനിക്കതിന് കഴിയില്ല. അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. ഞാനിനി എന്താ ചെയ്യാ? നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ ദൈവമേ. മോൾ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. അല്ല, മോൾ എന്താ പറയാൻ വന്നേ? ഒന്നുമില്ല അച്ഛാ. എന്തായാലും പറയേ. അതത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നും അല്ല അച്ഛാ. ഞാൻ പിന്നെ പറയാം. ശരി, മോളുടെ ഇഷ്ടം. അല്ല, മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, വിശപ്പില്ല. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ? വന്നേ, വാ, എഴുന്നേക്ക്. വാ വാ വാ. ഇരിക്കും മോളെ. വേണ്ട അച്ഛാ, ഇരിക്ക്. എനിക്ക് തീരെ വിശപ്പില്ല. ഇരിക്ക്. അങ്ങോട്ടിരിക്കുക. ഇന്ന് മോൾക്ക് ഭക്ഷണം വിളപ്പിത്തരാൻ പോകുന്നത് അച്ഛനാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോൾക്ക് അച്ഛൻ തന്നെ ഭക്ഷണം മാറ്റിത്തരാം.